തെലങ്കാനയിലെ തുരങ്കം അപകടവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തെലങ്കാനയിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിന്റെ മേൽക്കൂര തകർന്ന് അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ ഇന്നും തുടരും. 8 തൊഴിലാളികളാണ് ടണലിനുള്ളിൽ കുടുങ്ങിയത്. രക്ഷാപ്രവർത്തകർ രാത്രി സ്ഥലത്തെത്തിയെങ്കിലും ടണലിനുള്ളിലേക്ക് കടക്കാൻ കഴിയാതെ പിന്തിരിയുകയായിരുന്നു. മണ്ണിടിഞ്ഞ് കാൽമുട്ട് വരെ ചെളിയിൽ പുതയുന്ന അവസ്ഥയിലാണ് ടണലിന്റെ ഉൾഭാഗം ഇപ്പോൾ നിലവിലുള്ളത്. NDRF ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. പക്ഷേ ഒരല്പം പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചെളി നിറഞ്ഞ പ്രദേശമായി പോയി. നേരത്തെ ഈ ചോർച്ച പരിഹരിക്കുന്നതിനായിട്ടാണ് ഈ തൊഴിലാളികൾ അതിനുള്ളിലേക്ക് കടന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പെട്ടെന്ന് ഒരു ഭാഗം തകർന്ന് വീഴുകയായിരുന്നു. അതുമാത്രമല്ല, ഈ രക്ഷാപ്രവർത്തകർക്ക് ഈ ടണലിനുള്ളിലേക്ക്, ഈ കുടുങ്ങിക്കിടക്കുന്നവരിലേക്ക് എത്താനുള്ള ദൂരവും അല്പം കൂടുതലാണ്. ഏകദേശം 14 കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ ഒരു ദുരന്തം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ, ഈ ദുരന്ത നിവാരണം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമെങ്കിൽ സൈനിക സഹായം തന്നെ നൽകാമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, തെലങ്കാനയിലെ തുരങ്കത്തിലുണ്ടായ അപകടം, രക്ഷാപ്രവർത്തനങ്ങൾ ഏത് നിലയിലാണ് ഇന്ന് ആരംഭിക്കുക? ജിഷ്ണു. വിനോദ, തെലങ്കാനയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ തുരങ്കത്തിന്റെ മേൽഭാഗം തകർന്നു വീണുണ്ടായിട്ടുള്ള അപകടത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടരും. കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ എല്ലാ വിധത്തിലുള്ള സഹായം രക്ഷാ ദൗത്യത്തിനുണ്ടാകും എന്നുള്ളത് ഈ അപകടമുണ്ടായ വേളയിൽ തന്നെ ഇക്കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട്, നിലവിലെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. തെലങ്കാനയിൽ നാഗർ കുർണൂൽ ജില്ലയിൽ ഔറംഗാബാദിൽ ശ്രീശൈലം അണക്കെട്ടിന് പിറകിൽ ഉള്ള തുരങ്കത്തിലാണ്, ടണലിലാണ് അറ്റകുറ്റപ്പണികൾക്കായി ഇറങ്ങിയിട്ടുള്ള തൊഴിലാളികൾ. ആ തൊഴിലാളികൾ ഇറങ്ങിയ ഉടൻ തന്നെ തുരങ്കത്തിന്റെ മേൽഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. തുരങ്കത്തിന്റെ 14 കിലോമീറ്റർ ഉള്ളിലാണ് അപകടം നടന്നത് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഇന്നലെ രാത്രി തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാദൗത്യത്തിനുള്ള ശ്രമം നടത്തിയെങ്കിലും ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് തുരങ്കത്തിനകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. ചെളി നിറഞ്ഞ അവസ്ഥയിലായിരുന്നു തുരങ്കമുള്ളത്. അതുകൊണ്ട് തന്നെ തുരങ്കത്തിനകത്തേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം അത്യാധുനികമായ സൗകര്യങ്ങൾ, യന്ത്ര സംവിധാനങ്ങളും ഈ രക്ഷാദൗത്യത്തിനായി ഉറപ്പാക്കും എന്നുള്ളതാണ് കേന്ദ്രവും ഒപ്പം തെലങ്കാന സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ സംഘം ഇന്ന് രാവിലെയോടുകൂടി സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തുരങ്കത്തിലെ മറ്റേതെങ്കിലും വഴി തുറന്നുകൊണ്ട് ഉത്തരാഖണ്ഡിലെല്ലാം നടത്തിയിട്ടുള്ള രക്ഷാദൗത്യത്തിന് സമാനമായി ഈ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്കടുത്തേക്ക് മറ്റൊരു ചെറിയ തുരങ്കം നിർമ്മിക്കാൻ സാധിക്കുമോ എന്നുള്ളത് അടക്കമുള്ള എല്ലാ തരത്തിലുമുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും രക്ഷാദൗത്യം തുടരുകയാണ്. 8 തൊഴിലാളികളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ, നാഗർ കുർണൂൽ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ ഈ തുരങ്കത്തിനകത്ത് പെട്ടിട്ടുള്ളത്. വിനോദ്. അതെ, ഇന്നലെ ഉണ്ടായ തുരങ്കത്തിലെ 8 തൊഴിലാളികളാണ് ഇന്നലെ ഉണ്ടായ ഈ തുരങ്കത്തിന്റെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിൽ മണ്ണിടിഞ്ഞാണ് അപകടമുണ്ടായത്. അവിടെയാണ് 8 തൊഴിലാളികൾ അതിൽ അകപ്പെട്ട് കിടക്കുന്നത്. NDRFന്റെ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇന്ന് ഊർജിതമായി തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.